ബ്രിട്ടൻ കത്തുന്ന അവസ്ഥയിലാണ് ട്രംപ് അവിടേക്ക് എത്തുന്നത്. ബ്രിട്ടൻ കത്തുന്നത് അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധത്തിലാണ്. അനധികൃത കുടിയേറ്റം എന്ന് പറഞ്ഞ് ട്രംപ് ഇപ്പുറത്ത് ചെയ്യുന്ന ബാലിശമായുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് ഒന്നുകൂടെ അമേരിക്കയെ ആളെ കത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ബ്രിട്ടനിലേക്കുള്ള ട്രംപിന്റെ വരവിനെ നമുക്ക് അത്ര നിസാരവൽക്കരിച്ചത്, അതായത് ചില താല്പര്യങ്ങൾ അല്ലെങ്കിൽ വാണിജ്യ താല്പര്യങ്ങൾ അങ്ങനെ മാത്രമായിട്ട് കാണാൻ കഴിയില്ലല്ലോ മാഷെ. അല്ല, ഒരിക്കലും അല്ല. ഈ സന്ദർശനം വാണിജ്യമാണ് അജണ്ട. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയിരിക്കുന്ന അജണ്ട അനുസരിച്ച് 3 പ്രധാനപ്പെട്ട വാണിജ്യ അജണ്ടകളാണ് ഉള്ളത്. പക്ഷേ ലോകമാധ്യമങ്ങളൊന്നും അത് സ്വീകരിച്ചിട്ടില്ല. അജണ്ട അതാണെങ്കിൽ പോലും അത് ആ അജണ്ട ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ഈ സന്ദർശനത്തിൻ്റെ സമയം, ഈ പറഞ്ഞ പോലെ സന്ദർഭം, ഈ സമയത്ത് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും നിർണായകമായ താല്പര്യങ്ങൾ, അതിൽ അത്ഭുതകരമായൊരു കാര്യമുണ്ട്. ഇപ്പോൾ അദ്ദേഹം പോയത് അദ്ദേഹത്തിൻ്റെ ചില അജണ്ടകൾ മാത്രമല്ല, ബ്രിട്ടനും കൂടി താല്പര്യമുള്ള ചില അജണ്ടകളാണ്. ഒന്നാമത്തെ കാര്യം നീ പറഞ്ഞ പോലെ ഇപ്പോൾ ബ്രിട്ടനിൽ കുടിയേറ്റ വിരുദ്ധ വലിയ റാലികൾ നടക്കുക, വലിയ കടുത്ത വലതുപക്ഷ തീവ്രവാദത്തിൻ്റെ 100,000-ലേറെ പങ്കെടുത്ത റാലി മറ്റേ ബോറിസന്റെ ഒക്കെ നേതൃത്വത്തിൽ. അപ്പോൾ റോബിൻസൺ അപ്പോൾ റോബിൻസന്റെ റാലി നടക്കുന്നു. അപ്പോൾ തന്നെ ബ്രിട്ടീഷുകാർ നേരിട്ട് വന്ന് അതിനെ തടയുന്നു. ആൻറ്റി ഫാസിസ്റ്റ് റാലി അവർ നടത്തുന്നു. അങ്ങനെ ജനങ്ങൾ തെരുവിൽ പരസ്പരം കടുത്ത വിരുദ്ധമായ 2 രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒന്നിച്ചു നിൽക്കുകയാണ്. ഇതിൽ ഒരു പക്ഷത്തിൻ്റെ പ്രചാരണം നേരത്തെ ഏറ്റെടുത്ത ആളാണ് ട്രംപ്. അമേരിക്കയിൽ കുടിയേറ്റ വിരുദ്ധ പ്രചാരണം നടക്കുന്നതും നയിക്കുന്നതും കടുത്ത നടപടികൾ നിരന്തരമായി സ്വീകരിക്കുന്നതും കുടിയേറ്റക്കാരെ ആട്ടിയോടിക്കാനുള്ള കർമ്മ പദ്ധതികൾ ഒന്നൊന്നായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് ട്രംപ്. പക്ഷേ ട്രംപിൻ്റെ നയം ബ്രിട്ടീഷ് പൗരന്മാരെ വലിയ തോതിൽ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബ്രിട്ടീഷ് പോളിറ്റിയെ ബാധിക്കുന്നുണ്ട്, പൊളിറ്റിക്സിനെ ബാധിക്കുന്നുണ്ട്. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ബാധിച്ചിരുന്നില്ല. ഒരു പക്ഷേ ട്രംപിൻ്റെ ഈ പോക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളിൽ കൂടി രാഷ്ട്രീയമായ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് എന്ന് നിരീക്ഷകർ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം, ഇതേ നയത്തിലേക്ക് ബ്രിട്ടനും കൂടി എത്തിയാൽ ആദ്യത്തെ ചോദ്യം, ഏറ്റവും വലിയ ഇരകൾ ആരൊക്കെയായിരിക്കും? കുടിയേറ്റ സമൂഹങ്ങളായിരിക്കും. ബ്രിട്ടനിലെ ലോകരാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള മനുഷ്യർ സമാധാനത്തോടെ പണിയെടുത്ത് നിയമമനുസരിച്ച് ജീവിക്കുന്നവരാണ്. ഇന്ത്യക്കാരൊട്ടും കുറവല്ല. അമേരിക്കയിൽ ഉള്ളതുപോലെ തന്നെ നല്ലൊരു സമൂഹം ബ്രിട്ടനിലും ഉണ്ട്. അതുകൊണ്ട് അമേരിക്കയിലെ ഇന്ത്യക്കാരെ ഓടിക്കാൻ വേണ്ടി നടക്കുന്ന നീക്കങ്ങൾ നടത്തുന്ന ട്രംപ് തന്നെയാണ് ബ്രിട്ടനെയും ഉപദേശിക്കാൻ പോകുന്നത്. അതും ഈ നിർണായകമായ ഘട്ടത്തിൽ. നോക്കിക്കോ, നിങ്ങൾ ഗവൺമെൻറ് തലത്തിൽ നിലപാടെടുത്തില്ലെങ്കിൽ നാളെ ഈ കുടിയേറ്റക്കാർ ഈ നാട് നശിപ്പിക്കും, കുടിയേറ്റക്കാർക്കെതിരായ മൂവ്മെൻറ്റും ശക്തിപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചാരണം വലിയ തോതിൽ അവിടെ നടക്കാനിടയുണ്ട്. അതുകൊണ്ട് ആത്യന്തികമായി ഇത് ഈ ഇന്ത്യക്കാരുടെ നെഞ്ചത്തടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി വളരെ ഉത്കണ്ഠയോടെയാണ് ട്രംപിൻ്റെ ഈ സമയത്തെ വരവിനെ കാണുന്നത്. എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് വലിയ തോതിൽ ആഘോഷിക്കുന്നുണ്ട്. കാരണം ഈ സമയത്ത് ട്രംപ് അവിടെ ചെല്ലുന്നതിന് അവർ മറ്റൊരു കാരണം കാണുന്നുണ്ട്. എന്താ കാരണം എന്നറിയോ? ട്രംപിൻ്റെ പൊതുശത്രുക്കളായ ചിലരെങ്കിലും ബ്രിട്ടൻ്റെയും ശത്രുവാണ് ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ. പണ്ട് ട്രംപും അമേരിക്കയും ബ്രിട്ടനൊക്കെ ഒരുമിച്ച് നിന്നാണ് ഒരു ലോകമഹായുദ്ധം നയിച്ചതും ജയിച്ചതും ഒക്കെ. പക്ഷെ അതിനുശേഷം ക്രമേണ അമേരിക്കയുടെ ഈ താല്പര്യങ്ങൾ, വളരെ സങ്കുചിതമായ താല്പര്യങ്ങളോട് വഴങ്ങാതെ ബ്രിട്ടൻ വേറിട്ട് നിന്നതാണ്. ഇവർ തമ്മിൽ ഒരുപാട് അകന്നു പോയിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട്. പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രുക്കൾ നമുക്കറിയാം, ചൈനയും റഷ്യയുമാണ്. ഈ 2 രാജ്യങ്ങളും, ഏറ്റവും ചുരുങ്ങിയത് റഷ്യ എങ്കിലും ബ്രിട്ടൻ്റെയും പ്രഖ്യാപിത ശത്രുവാണ്. ഇപ്പോൾ സമീപകാലത്ത് വന്ന ചില വാർത്തകൾ കണ്ടിട്ടുണ്ടാവും. ബ്രിട്ടനിലേക്ക് റഷ്യ ആരോടും പറയാതെ മിസൈലുകൾ അയച്ച് പരീക്ഷണം നടത്തുക. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് 10,000-ഓളം മിസൈലുകൾ പലപ്പോഴായി പല കേന്ദ്രങ്ങളിൽ നിന്ന് പ്രഖ്യാപിക്കാതെ അപ്രഖ്യാപിതമായി അയച്ചിട്ട് അബദ്ധം പറ്റിയതാണ് അല്ലെങ്കിൽ ലക്ഷ്യം തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത്തരം 10,000 മിസൈലുകളെങ്കിലും ബ്രിട്ടനിൽ വീണു എന്ന് പറയുന്നുണ്ട്. ബ്രിട്ടൻ അത് ഗൗരവമായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല, ഈ യൂറോപ്യൻ യൂണിയനകത്തെ ദുർബലമായ രാജ്യങ്ങളെ ഓരോന്നിനെയായിട്ട് റഷ്യ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഉക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആര് പറഞ്ഞിട്ടും വെടി നിർത്തിയിട്ടില്ല. ഉക്രൈൻ്റെ ക്രീമിയ ഓൾറെഡി റഷ്യ ഏതാണ്ട് അറ്റാച്ച് ചെയ്ത മട്ടാണ്. അത് ഉക്രൈൻ സമ്മതിക്കാത്തതുകൊണ്ട് എങ്കിൽ പിന്നെ ഉക്രൈനെ തന്നെ നേരിട്ട് ആക്രമിച്ച് കീഴടക്കുന്ന ഒരു അവസ്ഥയാണ് റഷ്യക്കുള്ളത്. പക്ഷേ ആ റഷ്യയെ ഇപ്പോൾ ബ്രിട്ടനും ഭയപ്പെടുന്നുണ്ട്. കാരണം യൂറോപ്യൻ യൂണിയനകത്തെ 3 കൊച്ചു രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
നമ്മൾ പറഞ്ഞല്ലേ ബാൾട്ടിക് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ, ഈ 3 രാജ്യങ്ങൾ ബാൾട്ടിക് കടലിനോട് ചേർന്നുള്ള രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനകത്തെ കൊച്ചു രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളെ കീഴടക്കാൻ റഷ്യ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം യൂറോപ്യൻ യൂണിയനിലെ ഓരോരോ രാജ്യങ്ങളെയായി ലക്ഷ്യം വെക്കുന്നു, ബ്രിട്ടനെയും ലക്ഷ്യം വെക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ റഷ്യയെ ഭയപ്പെടുന്നുണ്ട്. ഈ സമയത്ത് റഷ്യക്കെതിരായി ലോകത്തിലാകെ കലാപം നടത്തുന്ന ഒരാളാണ്, വലിയ തോതിൽ ക്യാമ്പയിൻ നടത്തുന്ന ഒരാളാണ് ട്രംപ്. റഷ്യയോട് വ്യാപാരം ചെയ്യുന്ന എല്ലാവർക്കും പണിഷ്മെൻറ്റ് കൊടുക്കുക, ഇന്ത്യ ഉൾപ്പെടെ, ചൈനയ്ക്കുൾപ്പെടെ. അപ്പോൾ ഈ റഷ്യയെ നേരിടാനുള്ള ഒരു പുതിയ തന്ത്രത്തിൻ്റെ ഭാഗമായി അമേരിക്കയും യു കെയും US ചേർന്നിട്ടുള്ള ഒരു പുതിയ മുന്നണിക്ക്, പഴയ കാലത്തെ പോലെ ഒരു പുതിയ മുന്നണിക്ക് ഇനിയും രൂപപ്പെട്ട് വരുന്നുണ്ട്. ഈ 2 കാരണങ്ങളാണ്. ഒന്ന്, കുടിയേറ്റ വിരുദ്ധ രാഷ്ട്രീയം. 2, റഷ്യയ്ക്കും ചൈനയ്ക്കും എതിരായുള്ള ഒരു പുതിയ ആഗോള കൂട്ടായ്മ. ഇത് രണ്ടുമാണ് ട്രംപിൻ്റെ സന്ദർശനത്തിൻ്റെ ലക്ഷ്യമെന്നത് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവും. പക്ഷേ ട്രംപ് പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ 3 കാരണങ്ങളാണ്. വ്യാപാരമാണ്. അത് ഒന്ന് ഓടിച്ച് പറഞ്ഞാൽ നമുക്കത് അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 3 പ്രധാനപ്പെട്ട രേഖകളുമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അതിൽ ഒപ്പിടാനാണ്. ഒന്ന്, സാങ്കേതിക കൂട്ടായ്മയാണ്, ടെക്നിക്കൽ കോയലീഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിൽ പുതിയ ഗവേഷണങ്ങൾ, പരീക്ഷണങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, കമ്പനികൾ, നിർമ്മാണം, അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ. ഉദാഹരണത്തിന് AI രംഗത്ത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിങ്, സൈബർ സുരക്ഷ, ഇതൊക്കെ പുതിയ കാലത്തെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയാണ്. ആ പുതിയ സാങ്കേതിക വിദ്യയിൽ ഗവേഷണം നടത്താനും വികസനത്തിനും ഡെവലപ്മെൻറ്റിനുമായിട്ടുള്ള കരാറുകൾ, അത്തരം സ്റ്റാർട്ടപ്പുകൾ, അതാണ് അദ്ദേഹത്തിൻ്റെ രേഖയിലുള്ള ഒരു കാര്യം. അത്തരം സ്റ്റാർട്ടപ്പുകൾ ബ്രിട്ടനിൽ തുടങ്ങിയാലും UK തുടങ്ങിയാലും US തുടങ്ങിയാലും 2 ഗവൺമെൻറ്റുകളും ചേർന്ന് സംയുക്തമായിട്ട് അതിനെ സഹായിക്കുക. ഒരു പുതിയ അജണ്ടയാണ്. കൊളാബറേഷൻ പോലെ ഉണ്ടാക്കുക. 2 രാജ്യങ്ങളുടെ സംയുക്ത സ്ഥാപനങ്ങൾ. അങ്ങനെയില്ലല്ലോ സാധാരണ ഇതിൽ. എങ്ങനെ ഉണ്ടാകുക? ഒന്നുകിൽ ഒരു രാജ്യത്തിൻ്റെ പൊതുമേഖല, അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളുടെയും കൊളാബറേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ. അത്തരത്തിലുള്ള സംരംഭങ്ങളാണ് ഈ ഇതിൽ ലക്ഷ്യം വെക്കുന്നത്. ഒന്ന് ടെക്നിക്കൽ രംഗത്താണ്, സാങ്കേതിക രംഗത്താണ്. മറ്റൊന്ന് ഊർജ്ജ രംഗത്താണ്. ഊർജ്ജ രംഗത്ത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പുതിയ എനർജി വലിയ ക്രൈസിസ് ആണല്ലോ. ഭൂമിയിലെ എനർജി എടുത്തു തീരുകയാണ്. ഇനി വേണ്ടത് റിന്യൂവബിൾ എനർജിയാണ്. എന്തായാലും പറയുക, പുനരുപയോഗ ഊർജ്ജം. അതാണ് കാര്യം. അപ്പോൾ ആ രംഗത്ത് ആർക്കൊക്കെ എന്തൊക്കെ സംഭാവനകൾ ചെയ്യാൻ പറ്റും? സോളാർ എനർജിയിൽ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ സിവിൽ ആണവ സഹകരണം എന്ന് പറഞ്ഞാൽ ഈ അറ്റോമിക് എനർജി സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഊർജം ഉൽപ്പാദിപ്പിക്കുമ്പോൾ കാർബൺ ലെവൽ കുറക്കുക, കാർബൺ മലിനീകരണത്തിൽ കുറവുള്ള തരത്തിലുള്ള ഉൽപ്പാദനം നടത്തുക. ആ രംഗത്തുള്ള പരീക്ഷണങ്ങൾക്കും അമേരിക്കൻ കമ്പനികൾ അത്തരം പരീക്ഷണങ്ങൾക്ക് വേണ്ടി മുൻകൈ എടുത്ത, അല്ലെങ്കിൽ അത്തരം പരീക്ഷണങ്ങൾക്ക് വേണ്ടിയും സ്ഥാപിക്കപ്പെട്ട കുറേ കമ്പനികൾ ഇപ്പോൾ അമേരിക്കയിലുണ്ട്. അവർക്ക് പക്ഷേ വേണ്ടത്ര കസ്റ്റമേഴ്സ് ഇല്ല. അപ്പോൾ അത്തരം കമ്പനികൾക്ക് കസ്റ്റമേഴ്സിനെ മാർക്കറ്റ് തേടിക്കൊണ്ടുകൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ പോക്ക്. മൂന്നാമത്തെ ഒരു കാര്യം, സാധാരണ പോലെ അദ്ദേഹം പോകുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ഇപ്പോഴും അദ്ദേഹത്തിന് എവിടെ ചെന്നാലും പറയാനുള്ളത് വ്യാപാര ബന്ധങ്ങളാണ്, വ്യാപാര കരാറുകളാണ്, താരിഫാണ്. UK പോലും താരിഫിൻ്റെ കാര്യത്തിൽ UK പോലും കലഹിച്ച രാജ്യമാണ് അമേരിക്ക. റഷ്യയോടും ചൈനയോടും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ത്യയോടാണെങ്കിൽ വായിൽ തോന്നിയ പോലെയാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ 2 പ്രധാനപ്പെട്ട മേഖലയിൽ ഇവർ തമ്മിൽ ശക്തമായ വ്യാപാര ബന്ധങ്ങളുണ്ട്. അത് സ്റ്റീലും അലൂമിനിയവും വ്യവസായങ്ങൾ അതിൻ്റെ താരിഫുകൾ പുതുക്കി പണിയുകയും ഈ US നിന്ന് UK, 2 രാജ്യങ്ങൾക്കും താല്പര്യമുള്ളതാണ്. US നിന്ന് UK യിൽ നിന്ന് US നിക്ഷേപങ്ങൾ ഇരട്ടിപ്പിക്കുക. അമേരിക്കക്കാർ പോയി UK നിക്ഷേപിക്കുക, UK വന്നിട്ട് അമേരിക്കയിൽ നിക്ഷേപിക്കുക. അപ്പോൾ 2 രാജ്യങ്ങളുടെയും നിക്ഷേപം ഇരട്ടിപ്പിക്കാൻ ഏത് മേഖലയിൽ? സ്റ്റീലും അലൂമിനിയം മേഖലയിൽ, വ്യവസായ മേഖലയിൽ. ഈ 3 മേഖലയിലെ വ്യാപാര കരാറുകളാണ് ഈ യാത്രയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം നാട്ടുകാരോട് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും മറുനാട്ടുകാരും ഒന്നും വിശ്വസിച്ചിട്ടില്ല. പോയതിൻ്റെ ലക്ഷ്യം വേറെയാണ്. എന്തായാലും വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ കൊടുക്കുന്നത്. സാധാരണഗതിയിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് അല്ല, ഏത് രാഷ്ട്രത്തിൻ്റെ തലവനും 2ാമത് ചെല്ലുമ്പോൾ
രാജകീയ സ്വീകരണം കൊടുക്കാറില്ല, അവർ ഒഫീഷ്യൽ സ്വീകരണം കൊടുക്കാറില്ല. പക്ഷേ ട്രംപിന് അങ്ങനെ കൊടുക്കുന്നുണ്ട്. രാജകീയ സ്വീകരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം ഒന്ന്, അവർ സൈനിക പരേഡ് കൊടുക്കും ലോക നേതാവിന് വേണ്ടി. അതുപോലെ വിമാനങ്ങളുടെ റാലി നടത്തും, വിമാന പ്രകടനം, വ്യോമ പ്രകടനം. അത് അമേരിക്കൻ പ്രസിഡന്റിന് ഒരിക്കലേ കൊടുക്കാറുള്ളൂ. 2ാം തവണ സന്ദർശിച്ചാൽ അത് അങ്ങനെ കൊടുക്കാറില്ല. പക്ഷേ ഇത്തവണ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, രാജകീയ വിരുന്ന്. ഈ വിൻസർ കാസിൽ എന്ന് പറയുന്ന അവിടുത്തെ രാജകൊട്ടാരത്തിൽ മുഴുവൻ രാജകുടുംബാംഗങ്ങളുടെയും ചേർന്നുള്ള വിരുന്ന്, രാജകീയ ഒഫീഷ്യൽ വിരുന്ന്, പറയുക റോയൽ ബാങ്കറ്റ് എന്ന് പറയില്ലേ, അത് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അത് എന്ന് പറഞ്ഞാൽ അവരും വലിയ പ്രാധാന്യത്തോടെ, അതുപോലെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാക്കളും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ സ്വീകരണം അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. വ്യവസായ പ്രമുഖർ മുഴുവനും കൂടി ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ട്. ഇത് സാധാരണഗതിയിൽ ഒരു രണ്ടാമതൊരിക്കൽ കൂടി ബ്രിട്ടൻ സന്ദർശിക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റിന് കിട്ടാത്തതാണ്. പക്ഷേ ഇത്തവണത്തെ സന്ദർശനത്തിൽ പൊതുശത്രുവിനെതിരായുള്ള യുദ്ധത്തിൽ, പോരാട്ടത്തിൽ ബ്രിട്ടനെ ആത്മാർത്ഥമായി അമേരിക്ക സഹായിക്കേണ്ടതുണ്ട് എന്നൊരു ആവശ്യബോധം ബ്രിട്ടന് കൂടിയുണ്ട്. അത് തന്നെയാണ് ഈ സന്ദർശനത്തിന് പിന്നിലെന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും അതിൻ്റെ അനന്തരഫലങ്ങൾ എന്താണെന്ന് ഇനി ലോകരാഷ്ട്രീയത്തിലെ പുതിയ ചലനങ്ങൾ വെച്ച് നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാണാം നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.